കൊന്നിച്ചിവ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ട്രിവാൻഡ്രത്തിൽ ഒരുപാട് കൺസൾട്ടൻസി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവരാരും തന്നെ ജപ്പാനിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നില്ല. ജപ്പാനിലോട്ടുള്ള വിസയും അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അവരതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. വേറെ കൺട്രീസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജപ്പാൻ എനിക്ക് യൂട്യൂബ് വീഡിയോസിലൂടെയും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ കൾച്ചറും അവരുടെ ഏഷ്യൻ കൺട്രിയാണ്, ക്ലൈമറ്റ് നല്ലതാണ്, ഓപ്പർച്യൂണിറ്റീസ് നല്ലതായിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കണമെന്ന് നോക്കിയപ്പോൾ എൻ്റെ ട്രിവാൻഡ്രത്ത് അങ്ങനെയൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് യൂട്യൂബ് വഴി തന്നെയാണ് JLA പറ്റി അറിഞ്ഞത്. JLA പറ്റി അറിഞ്ഞു, അവർ സംസാരിച്ചു. അവർ ഓവർ പ്രൊമോട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ലതാണോ അങ്ങനെയല്ല, അത് നമ്മുടെ ഇഷ്ടമായിരുന്നു. നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അങ്ങനെ ഒരു ഇതായിരുന്നു. ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞെന്ന് തന്നെ പറയാം. കാരണം ഒക്ടോബർ ഹാഫോട് കൂടിയാണ് ഞാൻ പ്രോസസ്സിങ് തുടങ്ങിയത്. ഇപ്പോൾ മാർച്ച് 25-നാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 months ഗ്യാപ്പ് വരുന്നുള്ളൂ. ജപ്പാനാണെങ്കിൽ തന്നെ വിസയൊക്കെ ജസ്റ്റ് വളരെ പെട്ടെന്ന് ഒരു 1 week കൊണ്ടൊക്കെയാണ് വിസ പാസ്സായി കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ അവർ നമുക്ക് PG ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, മാസ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്കോളർഷിപ്പും മന്ത്ലി തരുന്നുണ്ട്. ഒരു 50,000 yen ഒക്കെ മന്ത്ലി സ്കോളർഷിപ്പ് തരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജപ്പാൻ കുട്ടികൾ പോകുന്നതനുസരിച്ച് വളരെ വൈറലല്ല. അതുകൊണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ നല്ല രീതിക്ക് തന്നെ വെൽക്കം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ JLA ആയിട്ട് കോൺടാക്ട് ചെയ്തത്. അവർ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിസിലും പിന്നെ അവിടെ നിന്ന് തന്നെ ബേസിക് ലെവൽ ജാപ്പനീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കരുതുന്നത് പോലെ നമുക്ക് അത്ര ഭയങ്കര പാടുള്ളൊരു ലാംഗ്വേജ് അല്ല ജാപ്പനീസ്. വളരെ നല്ല സിലബസിൽ മലയാളത്തിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് പഠിപ്പിച്ച് തരികയും അത് നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവുകയും ചെയ്തു. വളരെ പാടുള്ള ലാംഗ്വേജോ അല്ല. നമ്മൾ കരുതുന്ന പോലെ പേടിച്ചിരുന്ന പലരും, എനിക്ക് തോന്നുന്നത് ജപ്പാനിലോട്ട് പോകാൻ പേടിക്കുന്നത് തന്നെ ജാപ്പനീസ് ലാംഗ്വേജ് കൊണ്ടാണ്. പക്ഷേ ആ പേടിയൊക്കെ തന്നെ പോയി. കാരണം ലാംഗ്വേജ് വളരെ നന്നായിട്ടാണ് പഠിപ്പിച്ചു തന്നത്. നന്നായിട്ട് മലയാളികൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റുന്നൊരു ലാംഗ്വേജ് ആണെന്ന് കോൺഫിഡൻസും കിട്ടി. ഇപ്പോൾ അതേ കോൺഫിഡൻസോട് കൂടെ തന്നെ ജപ്പാനിലോട്ട് പോകാൻ പോവുകയാണ്.